കൃഷിയോടുള്ള സ്നേഹവും കൂട്ടായ്മയും ഇച്ഛാശക്തിയും കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് മണ്ണിൽ പൊന്നു വിളയിക്കാമെന്ന് തെളിയിക്കുകയാണ് എരുവട്ടിയിലെ പ്രവാസി കൂട്ടായ്മയും പുരുഷ സ്വയം സഹായ സംഘവും. യുവത്വത്തിനും നാടിനും മാതൃകയാവുന്ന ഈ കൂട്ടായ്മയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ചെങ്കല്ല് കൊത്തിയെടുക്കുന്ന കപ്പണകളടങ്ങിയ കാട് എന്ന നിലയിലാണ് പിണറായി പഞ്ചായത്തിലെ എരുവട്ടിയിലെ ഈ കപ്പണക്കാടിന് ഈ പേര് വന്നത്. എന്നാൽ ഈ കാട് മുഴുവൻ വെട്ടിത്തെളിച്ച് ഈ മണ്ണിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന പച്ചപ്പ് വിരിയിക്കുകയാണ് മണലാരണ്യത്തിൽ കഷ്ടപ്പെടുമ്പോഴും നാടിനെ സ്നേഹിച്ച കൂടംപൊയിൽ പ്രവാസി സ്വാശ്രയ സംഘവും തളിർ പുരുഷ സ്വയം സഹായ സംഘവും. ഒത്തുപിടിച്ചാൽ മലയും പോരുമെന്ന പഴഞ്ചൊല്ല് അന്വർത്ഥമാക്കുകയാണ് എരുവട്ടി കപ്പണക്കാട്ടെ പ്രവാസി കൂട്ടായ്മയും പുരുഷ സ്വയം സഹായ സംഘവും. വർഷങ്ങളായി കാടുപിടിച്ചു കിടന്ന ഒരേക്കർ സ്ഥലം ഇന്ന് പച്ച വിരിച്ച പച്ചക്കറിത്തോട്ടമായി മാറിയത് അത്ഭുതത്തോടെയാണ് നാട്ടുകാർ നോക്കിക്കാണുന്നത്. കൂത്തുപറമ്പുകാരനായ ഉടമസ്ഥന്റെ അനുവാദം വാങ്ങിയ ശേഷം കാട് മുഴുവൻ വെട്ടിത്തെളിച്ചു. പിന്നീട് ഏറെ അധ്വാനിച്ചാണ് നിലമൊരുക്കിയത്. മുള്ളൻ പന്നിയുടെ ശല്യം ഒഴിവാക്കുന്നതിനായി സ്ഥലത്തിന് ചുറ്റും തൂണിക്കൊണ്ട് വേലി തീർത്തു. 200 മീറ്റർ ദൂരെ നിന്നും പൈപ്പ് സംവിധാനം ഒരുക്കിയാണ് ഇവിടേക്ക് വെള്ളം എത്തിച്ചത്. പിണറായി കൃഷിഭവന്റെയും കതിരൂർ സർവീസ് സഹകരണ ബാങ്കിന്റെയും സഹകരണത്തോടെയാണ് കൃഷി ആരംഭിച്ചത്. വിത്തും വളവും ധനസഹായവും അടക്കം നൽകി കതിരൂർ ബാങ്ക് കർഷകർക്ക് ആത്മവിശ്വാസം നൽകി. പിണറായി കൃഷി ഓഫീസർ ലീനയും കൃഷിഭവനും ഉപദേശ നിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി ഇവരുടെ കൂടെ തന്നെ ഉണ്ടായി. വെണ്ട, തക്കാളി, വെള്ളരി, പയർ, പൊട്ടിക്ക, പടവലം, കോളിഫ്ലവർ, കക്കിരി, ചീര എന്നിവയ്ക്ക് പുറമെ വാഴയും കൃഷി ചെയ്തു. വൈകുന്നേരവും അംഗങ്ങൾ ഇവിടെ എത്തി കൃഷിപ്പണിയിൽ മുഴുകും. മുതിർന്നവരുടെ കൂടെ കുട്ടികളും കൂടെ ചേർന്നപ്പോൾ ഈ കർഷക കൂട്ടായ്മ നാടിന്റെ തന്നെ കൂട്ടായ്മയായി മാറി. കേരള സർക്കാരിൻ്റെ സുഭിക്ഷം പദ്ധതിയുടെ ഭാഗമായി 2 പ്രവാസി കൂട്ടായ്മയും അതുപോലെ തന്നെ തളിര് സ്വാശ്രയ സംഘവും കൂടി ചേർന്നാണ് ഒരുപാട് വർഷം കാട് കെട്ടി കിടക്കുന്ന ഈ പ്രദേശം വെട്ടിത്തെളിച്ച് ഈ കൃഷിയോഗ്യമാക്കി മാറ്റാൻ പറ്റിയത്. ഈ പ്രദേശത്ത് നമ്മൾ വരുമ്പോൾ തന്നെ ഇത്തരം രീതിയിൽ ആക്കി മാറ്റാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയൊന്നും നമുക്കുണ്ടായിരുന്നില്ല. അത്രയും കാട് കെട്ടി കിടക്കുകയായിരുന്നു. 27 മനസ്സുകൾ 1 ലക്ഷ്യത്തിലേക്ക് നീങ്ങിയപ്പോൾ നമുക്ക് ഈ വിജയത്തിലേക്ക് എത്തിത്തീരാൻ പറ്റി. അപ്പോൾ തന്നെ നമ്മൾ കൃഷി ഓഫീസറുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ വേണ്ട നിർദ്ദേശങ്ങൾ തരാമെന്ന് ഏറ്റിരുന്നു. അതുപോലെ തന്നെയാണ് വലിയൊരു സാമ്പത്തിക ബാധ്യത. നമുക്ക് ഒരു 150 മീറ്റർ ദൂരത്തു നിന്നാണ് വെള്ളം നമ്മളിവിടെ എത്തിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് വശവും കൂടിയുണ്ട്. ഏകദേശം 1 ഏക്കറോളം സ്ഥലങ്ങളും കൂടിയുണ്ട്. അതും കൂടി കാട് വെട്ടിത്തെളിച്ച് കൃഷിയിലേക്ക് ഇറങ്ങാനാണ് തീരുമാനം. അങ്ങനെ തന്നെ നമ്മുടെ കുട്ടികളെ കൃഷിയിലേക്ക് നമ്മുടെ വീടുകളിലെ കുട്ടികളെയും കൂടി ഇതിൽ പങ്കാളിത്തം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടി കൂടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. എല്ലാ കുട്ടികളും നല്ല ഉത്സാഹത്തോടെയാണ് കൃഷിയിടങ്ങളിൽ വരികയും അവർക്ക് പ്രത്യേകം ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കിക്കൊടുത്ത് അതിൻ്റെ മേൽനോട്ടം അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കാനുള്ളൊരു പദ്ധതി കൂടി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട്. സംഘത്തിൻ്റെ കീഴിൽ തന്നെ ഒരു മത്സ്യകൃഷിയും കൂടിയുണ്ട്. അതും നല്ല രീതിയിൽ വിജയിച്ചു പോവുകയാണ്. ശേഷം വിളവെടുക്കാനാകുന്നേ ഉള്ളൂ.
ആയതു കാരണം സ്കൂളില്ലാത്തതിനാൽ വീട്ടിലടക്കപ്പെട്ടതിന്റെ സങ്കടം തീർക്കാനും മാനസിക സംഘർഷം ഇല്ലാതാക്കാനും ഇതിലൂടെ കുട്ടികൾക്ക് സാധിച്ചു. കൊറോണയുണ്ട്, ഇപ്പോൾ സ്കൂളൊന്നും പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇതുപോലെ തുടങ്ങിയോണ്ട് രാവിലെ ഇവിടെ വരാം, ഇതെല്ലാം കാണാം. അപ്പോൾ നല്ല രസമാണ്. അപ്പോൾ വീട്ടിൽ ഞാനും അച്ഛൻ്റെ കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ അച്ഛൻ ഇവിടുന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ എനിക്ക് തരാറുണ്ട്. അപ്പോൾ കൊറോണ ആയതുകൊണ്ട് നമുക്കിപ്പോൾ വീട്ടിൽ സ്കൂളൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ. നല്ല രസമാണ് ഇവിടെ വരാൻ. ഫ്രണ്ട്സിനൊന്നും മിസ് ചെയ്യുന്നില്ല. ഓൺലൈൻ ക്ലാസ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് കാണാം, രാവിലെ ഇവിടെ വരികയും ചെയ്യാം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ കൃഷിയും കോഴികളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിനെ നോക്കാം, ഒരു മടിയില്ല. കൊറോണ കൊണ്ട് സ്കൂളും പോകാൻ പറ്റുന്നില്ല, എവിടെയും ചുറ്റിക്കറങ്ങാനും പറ്റുന്നില്ല. അതുകൊണ്ട് നല്ല രസമുണ്ട് ഇവിടെയൊക്കെ വരാൻ. അപ്പോൾ അച്ഛനും ഇവരൊക്കെ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ ഷാജേട്ടൻ പറഞ്ഞാൽ തന്നെ കുട്ടികൾ ഈ കൃഷിയിലേക്ക് വരണം. എനിക്കും ആഗ്രഹമുണ്ട്, ഇവർക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇനിയും സ്ഥലം വേണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇവർ വൃത്തിയാക്കി തന്നാൽ നമ്മൾ ഇതിനെക്കാട്ടും നല്ലോണം ചെയ്യും. പച്ചക്കറി കൃഷിയിൽ മികച്ച വിളവ് തന്നെ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. ജനകീയ ഉത്സവമായി നടത്തേണ്ടിയിരുന്ന വിളവെടുപ്പ് ചെറിയ ചടങ്ങായി നടത്തേണ്ടി വന്ന സങ്കടം ഇവർക്കുണ്ട്. 2 ടണ്ണിലേറെ വെള്ളരിയടക്കം എല്ലാ പച്ചക്കറികൾക്കും പ്രതീക്ഷിച്ചതിലേറെ വിളവ് ലഭിച്ചിട്ടുണ്ട്. മിക്കവാറും പച്ചക്കറികൾ ആവശ്യക്കാർ കൃഷിയിടത്തിൽ നേരിട്ടെത്തി വാങ്ങിക്കും. ബാക്കി വരുന്നവ കതിരൂർ ബാങ്കിന്റെ പച്ചക്കറി സ്റ്റാളിലൂടെയും വിൽപ്പന നടത്തി. 25 പേരടങ്ങിയ പ്രവാസി സ്വാശ്രയ സംഘത്തിൻ്റെ പ്രസിഡന്റ് ഗിരീഷും സെക്രട്ടറി വിജീഷും ട്രഷറർ അനിൽകുമാറുമാണ്. തളിർ പുരുഷ സഹായ സംഘം പ്രസിഡന്റ് ഷിജുവും സെക്രട്ടറി സത്യനും ട്രഷറർ ഷൈജു സിയുമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.